നമ്മള് ബിസിനസ് ബേയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണുണ്ട്. അപ്പൊ ബിസിനസ് ബേയിലെ ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈ റൈസ് ബിൽഡിങ്ങുകളാണ്. ഒരുപാട് ഓഫീസുകളുള്ള ഏരിയയാണ്. അപ്പൊ ജോലി അന്വേഷിച്ച് വരുന്ന പകുതി ആൾക്കാരും ബിസിനസ് ബേയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം CV കൊടുത്താലും തീരില്ല. അതിനു വേണ്ടി ഓഫീസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ ബിൽഡിങ്ങുകളൊക്കെ നമുക്കൊന്ന് കാണാം. ഈ ചുറ്റും കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, എല്ലാം ഹൈ റൈസ് ബിൽഡിംഗ്, എല്ലാം മിനിമം ഒരു 30, 40, 50 സ്റ്റോറി അങ്ങനത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓഫീസുകളുള്ളത് ഈ ഏരിയയിൽ. അപ്പോൾ ജോലി അന്വേഷണത്തിനൊക്കെ പറ്റിയ ഒരു മെയിൻ സ്പോട്ടുകളിലൊന്നാണ് ബിസിനസ് ബേ. കാര്യം എല്ലാ രീതിയിലുള്ള ഓഫീസുകളും ഇവിടെ ഒരുപാടുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും ബുർജ് ഖലീഫ കാണാം. കാര്യം ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുകളാണല്ലോ. അപ്പം ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം. രാവിലെ എല്ലാ ആൾക്കാരും ഓഫീസിലോട്ട് പോണ തിരക്കാണ്. റോഡുകളൊക്കെ ഇപ്പം ശാന്തമാണ്. വൈകിട്ടാവുമ്പോൾ ഈ ഏരിയയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ട്രാഫിക് കൂടും. പിന്നെ ഒരുപാട് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടുത്തെ കാറുകളും ഒക്കെ. അപ്പോൾ ഒരു ജോലി കിട്ടിയ ഉടനെ എല്ലാവരും ലൈസൻസ് എടുക്കും, കാർ എടുക്കും, പിന്നെ ലൈഫ് തകർക്കും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഇതാണ് നമ്മുടെ ബിസിനസ് ബേ. ഇവിടെ ഉണ്ട്, ഇത് ലക്ഷറി ഏരിയ ഉണ്ട്. ഡോഗുകൾക്കൊക്കെ കളിക്കാനുള്ള ഒരു പാർക്കൊക്കെ ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ. മനുഷ്യരെ പോലെ തന്നെ ഇവിടെ ഡോഗുകൾക്കും എല്ലാം കളിക്കാനുള്ള പാർക്കും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ബിസിനസ് ബേയിലാണെങ്കിൽ പോലും ബിസിനസ് ബേയുടെ ഈ ഏരിയയുടെ പേരാണ് ബേ സ്ക്വയർ എന്ന് പറയും. ഓരോ ബിസിനസ് ബേ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് ഏരിയയാണ്. അപ്പോൾ അവിടെ എവിടെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ബിസിനസ് ബേയിൽ ബേ സ്ക്വയർ എന്നുള്ള ഒരു ഏരിയയാണ്. ഇവിടെയും ഒരുപാട് ഓഫീസുകളും ഇതൊക്കെ ഉള്ളതാണ്. ആ നേരെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം കനാലാണ്, ദുബായ് കനാൽ. നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണില്ലേ, മെട്രോ സിറ്റികളിൽ സിറ്റിയുടെ നടുക്ക് കൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാം, അതേപോലത്തെ ഒരു ഫീലാണ് ഇതിൽ. ആ ബിൽഡിങ്ങുകളുടെ തൊട്ടപ്പുറം കനാല്, രണ്ട് സൈഡും ബിൽഡിങ്ങുകൾ, അതിൻ്റെ നടുക്ക് കനാൽ. അപ്പം നമുക്ക് ഒരു കനാലിലൂടെയൊക്കെ, ദുബായ് കനാൽ എന്ന് പറയും, അതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ബേ സ്ക്വയർ ദുബായ്. അപ്പോൾ ഇങ്ങോട്ട് എവിടെ പോകണമെങ്കിലും ദുബായിൽ ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. ദുബായ് മെട്രോ ഉണ്ട്, ബസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഈസി ആയിട്ട് മെട്രോക്കൊക്കെ വരാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് സ്ഥലവും കാണാം. ഇൻ കേസ് ജോബ് ഹണ്ടിങ്ങിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടിലൊന്നാണ് ബിസിനസ് ബേ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓഫീസുകൾ ഈ ഏരിയയിലുള്ളത്. ഓക്കെ, ഇതൊരു ജോലി അന്വേഷണത്തിലുള്ള റെക്കമെൻഡേഷൻ ഒന്നുമല്ല, എങ്കിലും ഏറ്റവും കൂടുതൽ ഓഫീസുകളുള്ള ഒരു സ്പോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ.